ഇന്നൊരു ആനിവേഴ്സറി ഹാമ്പറാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോക്കാണിത്. ഇത് അബ്രോഡുള്ള നമ്മുടെ ഒരു കസ്റ്റമർ അവരുടെ പേരൻസിന് വേണ്ടിയിട്ട് ഓർഡർ ആക്കുന്ന ഗിഫ്റ്റാണ്. ഇതിൽ അവരുടെ മദറിന് വേണ്ടിയിട്ട് ഒരു സാരിയും ഫാദറിന് വേണ്ടിയിട്ട് ഒരു മുണ്ടും ഷർട്ടിൻ്റെ മെറ്റീരിയലും ആയിരുന്നു പറഞ്ഞിരുന്നത്. സാരി നമ്മൾ ഒരുപാട് സാരീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് സാരീസ്, ഫാൻസി സാരിയാണ് മെയിൻലി പറഞ്ഞിരുന്നെങ്കിലും ഒരുപാട് ടൈപ്പ് ഫാൻസിയിൽ ഒരുപാട് വെറൈറ്റി സാരികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ഈ ഒരു സാരി ഫിക്സാക്കി. ഇനി അടുത്തത് ഫാദറിനുള്ള ഡ്രസ്സായിരുന്നു. അപ്പം അതിൽ ഒരു ഷർട്ടിൻ്റെ മെറ്റീരിയലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷർട്ട് വേണ്ട, മെറ്റീരിയൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കൂടെ തന്നെ ഒരു മുണ്ടും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയൽ ഇതുപോലെ ഒരുപാട് മെറ്റീരിയൽ ട്രൈ ആക്കി നോക്കി. ആൾ മെയിനായിട്ടും വൈറ്റ് ഷർട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ യൂസ് ആക്കലുണ്ട്. അപ്പോൾ വൈറ്റാണ് മൊത്തത്തിൽ. ശരിക്കും നോക്കിയതെല്ലാം വൈറ്റായിരുന്നു. കുറേ മെറ്റീരിയൽസ് എടുത്ത് നോക്കിയായിരുന്നു. ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സാരിക്ക് മാച്ചായിട്ടുള്ള ഒരു ഷർട്ടിൻ്റെ മെറ്റീരിയലാണ് മെയിനായിട്ട് നോക്കിയത്. അപ്പോൾ ഈ ഒരു പീസാണ് കണ്ടത്. അതിനിടയ്ക്ക് അവിടുത്തെ ചേട്ടന്മാർ ഈ ഒരു സ്കെയിലായിട്ട് വന്നു. ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷർട്ട് എങ്ങനെ വരും എന്നുള്ളത് അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് തയ്ച്ച് വരുമ്പോൾ അതെങ്ങനെ ഫിറ്റായിട്ട് ഇരിക്കും എന്നുള്ളത് അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാ മെറ്റീരിയലും നമ്മൾ മാറി മാറി ഈ ഒരു സ്കെയിൽ വെച്ച് നോക്കി. അങ്ങനെ നോക്കി ലാസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്ട്രൈപ്സ്, ചെറിയൊരു ലൈറ്റ് കളറ് സ്ട്രൈപ്പ് വരുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഫിക്സ് ചെയ്തത്. ഞാൻ മുണ്ട് നോക്കിയപ്പോൾ അതിനോട് മാച്ചായിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു മുണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനോട് മാച്ചായിട്ട് ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കരയുള്ള മുണ്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ മെയിനായിട്ട് ഈ 3 ഐറ്റംസ് ആയിരുന്നു ഹാമ്പറിൽ ആഡാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാനാണ് പോയത്. അപ്പോൾ ഒരു 1/2 kg ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിൽ ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേക്കും വാങ്ങി വീട്ടിൽ വന്നു. ഇത് ഹാമ്പർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുണ്ട് വെച്ചിട്ടുണ്ട്. ഷർട്ടിൻ്റെ മെറ്റീരിയലായിരുന്നു കട്ട് ചെയ്തെടുത്തത്. പിന്നെ അത് സാരി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രെയിമാണ്. ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്ത ഫ്രെയിമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫ്രെയിമും ഇതിൽ ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സാണ് വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ചോക്ലേറ്റ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഒരു ഹാപ്പി ആനിവേഴ്സറിയുടെ ടോപ്പർ കൂടി വെച്ചിട്ട് ബോക്സ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ഈ ബോക്സ് കാണുമ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര സിമ്പിളാണ്, ഇതിലൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ പുറകിൽ നല്ലൊരു ടാസ്ക് ഉണ്ട് കേട്ടോ. ഈ പർച്ചേസിങ് ഭയങ്കര ഒരു ടാസ്ക്കാണ്. കാരണം നമ്മൾ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി കസ്റ്റമർ ഓൺ കോളിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവരുടെ ചോയ്സ് അനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്. അതുപോലെ തന്നെ ഈ ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്ത് എല്ലാം പർച്ചേസ് ചെയ്ത് ഇതെല്ലാം ക്ലബ് ചെയ്തൊരു ഹാമ്പറാക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ടാസ്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ കേക്ക് എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് സർപ്രൈസായിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കാനാണ് പറഞ്ഞത്. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഈ ഫൈനൽ ഔട്ട്പുട്ടും അതുപോലെ തന്നെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴുള്ള അവരുടെ ആ റിയാക്ഷനൊക്കെ ഭയങ്കര പ്രൈസ്ലെസ് ആണ്. നമ്മളെടുത്ത എഫേർട്ടിനെല്ലാം ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് ആ ലാസ്റ്റ് ഒരു മൊമെൻറ്റിലായിരിക്കും. അവർ ആ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്ന ആ സമയത്തുള്ള അവരുടെ സന്തോഷവും ആ എക്സൈറ്റ്മെൻറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ ചെയ്ത വർക്കിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിലൊരു ഹാമ്പർ സെറ്റിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.